നമ്മളിപ്പം കവിതാഭാഗം പഠിച്ചു, ആശയം പഠിച്ചു. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടന്നാലോ? ആദ്യത്തെ പഠന പ്രവർത്തനം എന്നതാ മക്കളെ? നോക്കിക്കേ. ഒന്നാമത്തെ പഠന പ്രവർത്തനമാണ് പട്ടികപ്പെടുത്തുക. മലയാള ഭാഷയെ വിശേഷിപ്പിക്കാൻ കവി ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും അവയുടെ അർത്ഥവും എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം. നമുക്കിനി ബുക്ക് എടുത്തൊന്ന് എഴുതി നോക്കിയാലോ? ടീച്ചർ ഓരോ പദങ്ങളും അതിന്റെ അർത്ഥവും പറഞ്ഞു തരാം. അതിന്റെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ ഫോട്ടോ എടുത്ത് അതിനുശേഷം അയച്ചു തരാം. മക്കള് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ ഫോട്ടോ ആയിട്ട് ടീച്ചർ അയച്ചിരിക്കുന്നത് നോക്കി ബുക്കില് നല്ല വൃത്തിയായി നല്ല അക്ഷരത്തില് തെറ്റൊന്നും വരുത്താതെ എഴുതി മാതാപിതാക്കളെ ഒന്ന് കാണിക്കണം. ശരിയാണോ എന്ന് കേട്ടോ? ശരി മക്കളെ. നോക്കിക്കേ മക്കളെ, മലയാള ഭാഷയെ വിശേഷിപ്പിക്കുവാൻ കവി ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും അവയുടെ അർത്ഥവും എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം. ആദ്യത്തെ വാക്ക് ഏതായിരുന്നു? നന്മൊഴി. അതിന്റെ അർത്ഥം തന്നെ പുസ്തകത്തിൽ തന്നിട്ടുണ്ടല്ലേ. എന്താ അർത്ഥം? നല്ല വാക്ക്. നറുമൊഴി എന്ന് വെച്ചാലോ? മനോഹരമായ വാക്ക്. തേൻമൊഴി. തേൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് തേൻ അല്ലേ. അപ്പം തേൻ പോലെ ഇമ്പമുള്ള വാക്കാണ് ഏത്? മലയാളം എന്നാണ് തേൻമൊഴി എന്ന് പറയുന്ന പദത്തിലൂടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത വാക്ക് ഏതാണ്? മാളോരുടെ മൊഴി. കേരള നാട്ടിലെ മലയാളികളായിട്ടുള്ള മനുഷ്യരെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് മലയാളം. അപ്പം മലയാളം എന്ന് പറയുന്നത് കേരളീയരുടെ മൊഴിയാണ്, അല്ലെങ്കിൽ മാളോരുടെ മൊഴിയാണ്. അടുത്ത വാക്ക് ഏതാ മക്കളെ? നേർമൊഴി. നേർമൊഴി എന്ന് വെച്ചാൽ എന്നാ? സത്യം. നേരെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? സത്യം എന്നതാണ് അർത്ഥം. അപ്പം നമ്മൾ മലയാളം എന്ന് പറയുന്ന ഭാഷ ഏതൊരു ഭാഷയാണെങ്കിലും നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? സത്യം മാത്രമേ പറയാവൂ. ഒരിക്കലും കള്ളം പറയാൻ വേണ്ടിയിട്ട് ഒരു ഭാഷയും, പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ കള്ളമൊന്നും പറയാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് കേട്ടോ. അപ്പം നേർമൊഴി എന്ന് പറയുന്നത് സത്യം പറയാനുള്ള മൊഴി എന്നതാണ് അർത്ഥം. തായ്മൊഴി. തായ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പര്യായപദങ്ങളൊക്കെ പഠിച്ച മക്കളാ അല്ലേ. അപ്പം അമ്മ, മാതാവ് എന്നതാണ് തായ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം തായ്മൊഴി എന്ന് വെച്ചാൽ എന്താണ്? മാതൃമൊഴി. ഒന്നുകൂടി നോക്കിക്കേ. നന്മൊഴി നല്ല വാക്ക്. നറുമൊഴി മനോഹരമായ വാക്ക്. തേൻമൊഴി തേൻ പോലെ ഇമ്പമുള്ള വാക്ക്. മാളോരുടെ മൊഴി കേരളീയരുടെ മൊഴി. നേർമൊഴി സത്യം പറയാനുള്ള മൊഴി. തായ്മൊഴി മാതൃമൊഴി. അപ്പം ഇത്രയും വാക്കുകളാണ് ONV കുറുപ്പ് എന്ന് പറയുന്ന കവി മലയാള ഭാഷയെ വിശേഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നന്മൊഴി നറുമൊഴി മലയാളം എന്ന് പറയുന്ന ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുപോലെ ഇനി ഇത് ബുക്കിലേക്ക് പകർത്തി എഴുതണം കേട്ടോ. ടീച്ചർ അതിൻ്റെയൊക്കെ ഫോട്ടോ താഴെ അയച്ചു തരാം. അത് നോക്കി നിങ്ങൾ ബുക്കിലേക്ക് എല്ലാവരും തന്നെ നല്ല അക്ഷരത്തിൽ പകർത്തി എഴുതി മാതാപിതാക്കളെ കാണിക്കുകയും വേണം കേട്ടോ. അടുത്ത പഠന പ്രവർത്തനം ഏതായിരുന്നു മക്കളെ? നാനാർത്ഥം എഴുതുക അല്ലേ. ഇപ്പോൾ ഒരു പദത്തിന് വിവിധങ്ങളായിട്ടുള്ള അർത്ഥമാണ് നാനാർത്ഥം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ പദങ്ങൾ. കേളി, ഉള്ള് എന്നിവയാണ് അല്ലേ. അപ്പം കേളി എന്ന് പറയുന്ന പദത്തിന് ഏതൊക്കെയാണ് നാനാർത്ഥമായിട്ടുള്ളത്? പ്രശസ്തി. അവൻ്റെ പ്രശസ്തി കേട്ടോ, അവൻ്റെ കേളി കേട്ടോ എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരർത്ഥം കൂടിയുണ്ട് കേളിക്ക്. എന്താണ്? അവരൊക്കെ കളിക്കാൻ പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ. അപ്പം എല്ലാവരും കളിക്കാൻ പോയി എന്ന് ഉപയോഗിക്കുന്നതിനും എന്ത് പറയാൻ പറ്റും? കേളി എന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത പദം ഏതായിരുന്നു? ഉള്ള്. അവൻ്റെ ഉള്ള് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ മനസ്സ്. അവൻ്റെ ഉള്ളിൽ, അവൻ്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം ഉള്ള് എന്ന് പറയുന്ന പദത്തിൻ്റെ നാനാർത്ഥമായിട്ട് വരുന്നതാണ് മനസ്സ്, അകം എന്നിവ. ഏതൊക്കെയായിരുന്നു? രണ്ട് പദങ്ങൾ നമ്മൾ നോക്കി. കേളി ഏതൊക്കെയാണ് നാനാർത്ഥങ്ങളായിട്ട് വരുന്നത്? പ്രശസ്തി, കളി. അടുത്ത പദം ഉള്ള്. അതിൻ്റെ ഏതൊക്കെയാണ് നാനാർത്ഥമായിട്ടുള്ളത്? അകം, മനസ്സ്. അടുത്ത പദം നോക്കിക്കേ. അടുത്ത പ്രവർത്തനം നോക്കിക്കേ മക്കളെ. പര്യായം എഴുതുക അല്ലേ. മുമ്പേ നമ്മൾ എന്താ പഠിച്ചേ? നാനാർത്ഥം എഴുതുക. ഒരു പദത്തിന് വിവിധങ്ങളായിട്ടുള്ള അർത്ഥമാണ് മുമ്പേ നമ്മൾ പഠിച്ചതെങ്കിൽ ഇപ്പോൾ അടുത്ത പ്രവർത്തനം ഏതാണ്? പര്യായം എഴുതുക എന്നുള്ളതാണ്. ഈ ഒരു പൂവ് എന്ന് പറയുന്ന ആ ഒരു പദത്തിന് ഏതൊക്കെ രീതിയിലാണ് വേറെ പദങ്ങൾ ഉപയോഗിക്കുന്നത്, അതാണ് പര്യായം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പര്യായം എഴുതുക. ആദ്യത്തെ പദം ഏതാണ്? പൂവ്. പൂവിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? മലർ, കുസുമം. മലർന്ന് കേട്ട് നമുക്ക് നല്ല പരിചയമുള്ളതാ അല്ലേ. അപ്പം മലർ, കുസുമം എന്നതാണ് പൂവ് എന്ന് പറയുന്ന പദത്തിൻ്റെ പര്യായമായിട്ടുള്ള പദങ്ങൾ. ഈ പൂവ് എന്ന് പറയുന്ന പദത്തിന് പകരം നമുക്ക് കുസുമം വേണം ഉപയോഗിക്കാം, മലർ എന്ന് ഉപയോഗിക്കാം കേട്ടോ. അതാണ് പര്യായം എന്തുകൊണ്ട് ഉദ്ദേശിക്കുക. അടുത്ത പദം ഏതാണ്? മഴ. അതിന് ഏതൊക്കെയാണ് വരുന്നത്? വർഷം, മാരി എന്നിവയാണ് മഴ എന്ന് പറയുന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ. ഒന്നുകൂടി നോക്കിക്കേ. പൂവ്, മലർ,
കുസുമം, മഴ, വർഷം, മാരി. മക്കളെ നോക്കിക്കേ, അടുത്ത പ്രവർത്തനമാണ് പകരം പദം കവിതയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത്. ഏതൊക്കെ പദങ്ങളുടെ പകരം പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ പദം ഏതാണ്? ഉറക്കമുണരുക. ഉറക്കമുണരുക എന്ന് പറയുന്നതിന് നമ്മുടെ കവിതയിൽ ഏത് പദമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത് മക്കളെ? തുയിലുണരുക എന്നതാണ് ഉറക്കമുണരുക എന്ന് പറയുന്നതിന് പകരമായിട്ട് കവി കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്തതോ പറയുക. പറയുക എന്നാണോ കവിതയ്ക്കകത്ത് പറഞ്ഞു പോയേക്കുന്നേ? അല്ല, മറിച്ച് ഉര ചെയ്യുക എന്നാണ് ONV കുറുപ്പ് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത പദം എന്താണ്? സ്നേഹം. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, അൻപ്. അൻപ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് സ്നേഹം. ആമൊഴിയുള്ളിലെ അൻപിൻ തേൻമൊഴി എന്നാണ് കവി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സ്നേഹം എന്ന് പറയുന്ന വാക്കിന് എന്താ ഉപയോഗിച്ചിരിക്കുന്ന പദം? അൻപ് എന്നതാണ് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ഏതാണ്? പ്രഭാതം. പ്രഭാതം എന്നാണോ കവിതയിൽ കാണുന്നത്? അല്ല, മറിച്ച് എന്താ കാണുന്നേ? പുലരി എന്ന് പറയുന്ന പദമാണ്. പുലരികളിൽ തുയിൽ ഉണരൂ പാടി തുടി കൊട്ടും മൊഴി മലയാളം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം പുലരി എന്ന് പറയുന്ന പദമാണ് പ്രഭാതം എന്ന് പറയുന്ന വാക്കിന് കവി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ. ഉറക്കമുണരുക കവി ഉപയോഗിച്ചിരിക്കുന്നത് തുയിലുണരുക. പറയുക, ഉര ചെയ്യുക. സ്നേഹം, അൻപ്, പ്രഭാതം, പുലരി എന്നിങ്ങനെയൊക്കെയുള്ള വരികളാണ് കവിതയിൽ കവി പകരം പദങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാ പദങ്ങളും, എല്ലാ പഠന പ്രവർത്തനങ്ങളും? ഇനി എല്ലാത്തിൻ്റെയും ഫോട്ടോ ടീച്ചർ താഴേക്ക് ഇട്ട് തരാം. എല്ലാവരും അത് നോക്കി ഭംഗിയായി അക്ഷരത്തെറ്റൊന്നും വരുത്താതെ ബുക്കിൽ എഴുതണം കേട്ടോ. ശരി മക്കളെ, താങ്ക് യു.